അല്ല ഒന്ന് നിങ്ങൾ പറയുന്നയാൾ നിലവിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ഭാരവാഹിത്വത്തിലുള്ളയാളല്ല. നിങ്ങൾ പറയുന്നയാൾ നിലവിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ഭാരവാഹിത്വത്തിലുള്ളയാളല്ല. ഒരു ഭാരവാഹിത്വവും അയാൾക്ക് യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ട് നിലവിലില്ല. പിന്നെ അയാൾ നിലവിൽ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു ഭാരവാഹിത്വം അയാൾക്കില്ല. രണ്ട്, ഒന്ന് അല്ല ഞാൻ പറയട്ടെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഭാരവാഹിത്വം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഉണ്ടോ? ഇല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പോട്ടെ. ഒന്ന്, അയാൾ മുൻ ഭാരവാഹിയായിരുന്നു. പറയണമല്ലോ, നമ്മൾ അർത്ഥസത്യം പറയാൻ പാടില്ല. മുൻ ഭാരവാഹിയായിരുന്നു. രണ്ട്, ഇങ്ങനൊരു കാര്യം കണ്ടതിന് ശേഷം, ഇങ്ങനൊരു കമൻറ്റ് കണ്ടതിന് ശേഷം, ഒരു കമൻറ്റാണ്, ആ കമൻറ്റ് കണ്ടതിന് ശേഷം ഞാൻ അയാളെ വിളിച്ചിരുന്നു. അയാളുടെ ഫോൺ സ്വിച്ച് ഓഫാണ്. അത് അന്വേഷിക്കും കൃത്യമായിട്ട്. ഞങ്ങളുടെ പ്രവർത്തകരെ ഇത്തരത്തിൽ നേതാക്കന്മാരെ അധിക്ഷേപിക്കാനായിട്ട് തുറന്നുവിടുന്ന പാർട്ടിയല്ല. അതിനു വേണ്ടിയിട്ട് ഒരു നെറ്റ്വർക്കും ഇതെന്നിട്ടെന്തോ വലിയ കൂട്ടമാണെന്നൊക്കെ പറഞ്ഞ് ഗ്ലോറിഫൈ ചെയ്ത നേതാക്കന്മാർ, CPM-ൻ്റെ സൈബർ അറ്റാക്കിന് നേതാക്കന്മാർ ഓൺ ചെയ്തിട്ടില്ലേ? MLA-മാരടക്കം മുൻ മന്ത്രി KT ജലീൽ ഓൺ ചെയ്തിട്ടില്ലേ? CPM-ൻ്റെ സൈബർ ലിഞ്ചിങ്ങിന് ഓൺ ചെയ്തിട്ടില്ലേ? കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഓൺ ചെയ്തിട്ടുള്ള ഒരു നേതാവിൻ്റെ പേര് പറയുന്നത്? സൈബർ ലിഞ്ചിങ്ങിനെ ഓൺ ചെയ്തിട്ടുള്ള ഒരു നേതാവിൻ്റെ എത്രയോ കേസുകൾ ഞാൻ പറഞ്ഞല്ലോ. സമൂഹ മാധ്യമങ്ങളും പൊതുവിടങ്ങളും ശുദ്ധീകരിക്കപ്പെടണം. ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഞങ്ങൾക്ക് പറയാൻ ഇഷ്യൂസ് ഉണ്ടല്ലോ. ഞങ്ങൾക്ക് പറയാൻ ഞങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഉള്ള ഇഷ്യൂസ് നിൽക്കല്ലേ? കോവിഡ് കാലത്തെ കൊള്ള, കോവിഡ് പ്രതിരോധത്തിലെ വീഴ്ച, നിപ്പ പ്രതിരോധത്തിലെ വീഴ്ച, പാനൂർ ബോംബ് സ്ഫോടനം, ബോംബ് നിർമ്മാണത്തിനിടയിൽ സ്ഫോടനം, കൃത്യമായി പറയണം. TP ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തത് അടക്കമുള്ള ഞങ്ങൾക്ക് പറയാൻ രാഷ്ട്രീയമുള്ളപ്പോൾ, ഏത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുമായി പ്രത്യക്ഷത്തിൽ ബന്ധമുള്ള രാഷ്ട്രീയം, അതല്ലാതെ പൊതുരാഷ്ട്രീയം എത്രയുണ്ട്? വിലക്കയറ്റില്ലേ? ഈ നാട്ടിൽ പെൻഷൻ കിട്ടാത്ത ആളുകളില്ലേ? ഈ നാട്ടിൽ വെള്ളക്കരം വർദ്ധിപ്പിച്ചതും ബസ് ചാർജ് വർദ്ധിപ്പിച്ചതുമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മനുഷ്യന്മാരില്ലേ? ഞങ്ങൾക്ക് അവരോട് ആ രാഷ്ട്രീയം പറയാൻ പറ്റില്ലേ? വടകരയിൽ എത്ര മനുഷ്യന്മാരുണ്ടോ അത്രയും മനുഷ്യന്മാരെ കണക്ട് ചെയ്യുന്ന വിഷയങ്ങൾ ഞങ്ങൾക്ക് ഓരോരുത്തരോടും പറയാനില്ലേ? CPM-കാരോട് ഞങ്ങൾക്ക് പറയാൻ രാഷ്ട്രീയമില്ലേ? CPM-ന് വേണ്ടി കാലാകാലമായി വോട്ട് ചെയ്യുന്ന പ്രവർത്തകരോട് ഞങ്ങൾക്ക് പറയാൻ രാഷ്ട്രീയമില്ലേ? DYFIക്ക് വേണ്ടി ഈ കൊടിതോരണങ്ങളുമായി നടക്കുന്ന ചെറുപ്പക്കാരോട് ഞങ്ങൾക്ക് പറയാൻ രാഷ്ട്രീയമില്ല. കാരണം കഴിഞ്ഞ ദിവസം ബോംബ് സ്ഫോടനത്തെ തള്ളിപ്പറയാതെ DYFIയെ തള്ളിപ്പറഞ്ഞ പാർട്ടി സെക്രട്ടറിയുടെ നിലപാട് പറഞ്ഞ് ഞങ്ങൾക്ക് രാഷ്ട്രീയം പറഞ്ഞൂടെ? അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യന്മാരോടും അവരെ കണക്ട് ചെയ്യുന്ന രാഷ്ട്രീയം ഞങ്ങൾക്ക് പറയാനുണ്ട്. ആ സമയത്ത് ഞങ്ങൾക്ക് ഒരു അസത്യ പ്രചരണത്തിൻ്റെയോ ഒരു വ്യാജ പ്രചരണത്തിൻ്റെയോ ആവശ്യമില്ല. ശ്രീ ഷാഫി പറമ്പലിനെതിരെ അല്ല ശ്രീ ഷാഫി പറമ്പലിനെതിരായിട്ടുണ്ടായ സൈബർ അറ്റാക്കുകളുടെ നീണ്ട പട്ടിക ഇന്നലത്തെ പോസ്റ്റിൽ പോലും താങ്കളൊന്ന് വായിച്ചാൽ മതി. കുടുംബത്തോടൊപ്പം ഇരുന്ന് വായിക്കരുത്. അങ്ങയുടെ പാർട്ടി പ്രവർത്തകരുടെ കമൻറ്റ് കുടുംബത്തോടൊപ്പം ഇരുന്ന് വായിക്കാൻ കഴിയില്ല. ദയവേത് കുടുംബത്തോടൊപ്പം ഇരുന്ന് വായിക്കരുത്. അല്ല ഞാൻ പറയട്ടെ, അപ്പോൾ നിങ്ങളുണ്ടെന്ന് സമ്മതിച്ചോ? നിങ്ങളുടെ ഉണ്ടെന്ന് സമ്മതിച്ചോ? ശ്രദ്ധപ്പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങ് ഇപ്പോൾ എടുക്കൂ, ഫോൺ എടുത്തിട്ട് അതാണ്ട് ഈ കമൻറ്റുകൾ വായിച്ചോളൂ. ഒരുപാടുള്ളത് കൊണ്ട് അങ്ങേക്ക് തിരയാൻ ഒരുപാട് സമയം എടുക്കും. എൻ്റെ ആദ്യത്തെ ചോദ്യം തന്നെ അങ്ങ് ഡയലൂട്ട് ചെയ്യാതെ എൻ്റെ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ഈ മാധ്യമ സമ്മേളനം തുടങ്ങിയപ്പോഴത്തെ എൻ്റെ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ശ്രീമതി രമ്യ ഹരിദാസിനെതിരായിട്ട് അല്ല ഞാൻ പറയട്ടെ എൻ്റെ ആദ്യത്തെ ചോദ്യം തന്നെ എന്തായിരുന്നു? അങ്ങ് മറന്നുപോയതാണ്. ശ്രീമതി രമ്യ ഹരിദാസിനെതിരായിട്ട്, അങ്ങയുടെ മകളുടെ പ്രായമേ ഉള്ളൂ രമ്യ ഹരിദാസിനെതിരായിട്ട് ഇട്ടിരിക്കുന്ന ഈ കമൻറ്റുകൾക്ക് K. രാധാകൃഷ്ണനാണോ ഉത്തരവാദി എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അല്ല എൻ്റെ ചോദ്യം വി ആർ ഓൺ ദ സെയിം ഗ്രൗണ്ട്. അങ്ങ് പറഞ്ഞത് തന്നെയാണ് എൻ്റെ മറുപടി. ആരെങ്കിലും അങ്ങനെ കമൻറ്റ് ഇടുന്നുണ്ടെങ്കിൽ LDF നേതാക്കന്മാരുടെ അറിവോടെ അല്ലെന്നല്ലേ അങ്ങ് പറഞ്ഞത്. തിരിച്ചു അത് തന്നെ എനിക്ക് അങ്ങോട്ട് പറയാനുള്ളത്. അല്ല തിരിച്ചു അങ്ങനെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അല്ലേ? വി ആർ ഓൺ ദ സെയിം ഗ്രൗണ്ട്. ഇപ്പോഴാണ് അങ്ങ് ദേശാഭിമാനിയുടെ ഹാങ് ഓവർ വിട്ടിട്ട് ഒരു മാധ്യമ പ്രവർത്തകനായി മാറിയത്. അങ്ങേ ഞാൻ അഭിനന്ദിക്കുന്നു. അങ്ങ് പറഞ്ഞ പോയിന്റിൽ തന്നെയാണ് ഞാനും തുടങ്ങിയത്, അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലും ഇടുന്നതിന് നേതാക്കന്മാരുടെ ഉത്തരവാദിത്വം ഉണ്ട് എന്ന് വിചാരിക്കരുത്. LDF-ന്റെ നേതാക്കന്മാർക്ക് ഉത്തരവാദിത്വം ഇല്ല എന്ന് പറയുന്ന പോലെ അല്ല എൻ്റെ ചോദ്യം വളരെ ഡയറക്റ്റ് ചോദ്യമാണ്. അങ്ങേക്ക് മാത്രമേ കൺഫ്യൂഷൻ ഉള്ളൂ. ഈ കമൻറ്റ് K. രാധാകൃഷ്ണൻ്റെ അറിവോടെയാണെന്ന് അങ്ങ് സമ്മതിച്ചാൽ, അങ്ങനെയാണെങ്കിൽ പോലും എൻ്റെ അറിവോടെയാണ് ഇവിടെ ഉണ്ടായ കമൻറ്റുകളെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ഒരു വാദത്തിന് വേണ്ടിയെങ്കിലും സമ്മതിക്കാം. അങ്ങേ സമ്മതിക്കാമോ? ഈ കമൻറ്റ് K. രാധാകൃഷ്ണൻ പറഞ്ഞിട്ട് ഇടിയിച്ചതാണെന്ന് അങ്ങേക്കൊന്ന് പറയാമോ? പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ലെങ്കിൽ പോലും അങ്ങയുടെ വാദമെങ്കിലും ജയിക്കുമെന്ന് സമ്മതിക്കാം.